വേണം, ഷീൽഡ് വേണം. പുതിയ ഷീൽഡ് എടുത്ത് വെച്ചിട്ട് മുറിച്ച് കഴിഞ്ഞെടുത്തു. അപ്പം അങ്ങോട്ട് മാറി നിന്ന് കേട്ടോ, അങ്ങോട്ട് മാറി നിന്ന് സ്വസ്ഥമായിട്ട് പിടിച്ചു. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സോണിയുടെ 350 പലരും പല സാധനങ്ങൾ പോയതാണെന്നൊക്കെ പറഞ്ഞു. കപ്പാസിറ്റർ പോയതെന്ന്, ഡയോഡ് പോയതെന്ന്, IC പോയതെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാൻ പോവാം. എത്ര കപ്പാസിറ്റർ പോയിട്ടുണ്ട്, ഏതൊക്കെ കപ്പാസിറ്ററാണ്, അത് മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. മാറിയാൽ ശരിയാവുമോ? മാറിയാൽ ശരിയാവുമോ എന്നുള്ളത്, ശരിയാവും എന്നുള്ള എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ശരിയാകില്ലെന്നുള്ളത് നിൻ്റെ ഒരു പ്രതീക്ഷ. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. ഈ ബോർഡ് മെയിൻ മദർ ബോർഡ് എന്നുള്ള ലൈൻ ഊരിയെടുക്കണം. അതൊരു ഇച്ചിരി ബലമുണ്ട്, എങ്കിലേ നമുക്ക് പവർ സപ്ലൈ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഊരാത്തതാണെന്ന് ഊരിയെടുത്തു. പിന്നെ ഇതേ സ്ക്രൂ 1 2 അതിൻ്റെ സ്ക്രൂ ആണോ? അല്ലല്ലോ, എല്ലാ സ്ക്രൂ എടുത്തു. ഇനി ഒരു പ്ലാസ്റ്റിക് ലോക്കുകൾ കാണും ഇതിന്, നോക്കട്ടെ ഉണ്ടോന്ന്. ഈ മോഡലിൽ അതില്ല. നേരെ ഇഞ്ഞെടുക്കാം. AC കോഡും ഊരിയെടുക്കുക. ഇതിൻ്റെ അടിയിൽ എൻ്റെ ലെൻസ് ഒടിഞ്ഞരുത്. ഇച്ചിരി ക്ലാവുകളൊക്കെ ഉണ്ട്. പൂപ്പലാന്ന് തോന്നുന്നു, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ പൂപ്പൽ ബോർഡേ വന്നിട്ടുണ്ട്. എന്തോ ഒരു സാധനം ഇത് കണ്ടോ, ഇതേ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ കാഴ്ചയിൽ 2 കപ്പാസിറ്റർ തന്നെ ഇല്ല. കാഴ്ചയിൽ 1 കപ്പാസിറ്ററേ ഉള്ളൂ കുഴപ്പക്കാരനായിട്ട്. പക്ഷേ അതിൻ്റെ അടുത്തിരിക്കുന്നവനും കുഴപ്പക്കാരനാണ്, അതേ ഫാമിലിപ്പെട്ടവൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു 3 കുഞ്ഞ് കപ്പാസിറ്ററുണ്ട്. ഇവിടെയും കുറച്ച് എണ്ണം ചെറുതുണ്ട്. അതൊന്നും ഇപ്പോൾ കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. മെയിനായിട്ടും 2 കപ്പാസിറ്ററാണ്. ഈ കുഞ്ഞ് കപ്പാസിറ്റർ ഇപ്പോൾ നോക്കിയിട്ട് അത് കുഴപ്പമുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല, കാരണം അത് വെട്ടില്ലാത്ത സാധനം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കാണുന്ന ആളെ ആദ്യം പൊക്കാം. ആദ്യത്തെ കപ്പാസിറ്ററിന് പോകുന്നു. അവനെ നമുക്ക് ആദ്യം മാറ്റിയിടാം. ഈ കപ്പാസിറ്റർ മാറ്റിയിടുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അടുത്തൊരു ഡയോഡുണ്ട്. ആ ഡയോഡിന് കുഴപ്പമില്ല, എന്നാലും ഒരു ക്ലാവ് പിടിച്ചൊരു ഫീൽ അതിനുണ്ട്. ആ കത്തി കഴിഞ്ഞെന്ന് അതൊന്ന് കുഴപ്പമില്ല. ഒരു ചെറിയ കളർ ചേഞ്ച് എന്തോ വന്നിട്ട് അവിടെ വന്നെന്നുള്ളതേ ഉള്ളൂ, പറയത്തക്ക കുഴപ്പമില്ല. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ നോക്കുകയാണ് ആദ്യത്തെ. അപ്പം പുറകിലോട്ടും തീർത്തിട്ടുണ്ട്. 470 UF 25 വോൾട്ടാണ്.
ആ കപ്പാസിറ്റർ ഇതാണ് എൻ്റെ ഇപ്പോൾ ഇതുണ്ടോ കാണിച്ചു 470 25. പുതിയ കപ്പാസിറ്റർ കിട്ടിയിട്ടുണ്ട് 470 25 തന്നെയാണ്. സെയിം ഉണ്ട്. ഇത് 470 25 തന്നെ. ഇത് 470 25 ഉണ്ട്. ഇനി അല്ലെങ്കിൽ 470 50 വേണേലും ഇടാം. 50 വേണേലും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. 470 25 ഇത്രയും വർഷം ഓടിയതാണ്. ആ സെയിം തന്നെ ഇട്ടാൽ മതി. ഈ കപ്പാസിറ്ററിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ. അത് സെയിം വലുപ്പമാണ്. പിന്നെ ഈ 470 50 അവിടെ വെക്കുമ്പോൾ ഇച്ചിരി വലുപ്പം കൂടുതൽ വരുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. വോൾട്ടേജ് കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും കറക്റ്റ് തന്നെ ഇട്ടേക്കാം. സോണി പോലൊരു കമ്പനി കറക്റ്റായിട്ട് ഇട്ടിരിക്കുന്നതല്ലേ, വേണേൽ അവിടെ ഇടാൻ കേട്ടോ. 450 ഇടാനുള്ള ഇടയുണ്ട്, വേണ്ട. അപ്പോൾ 50 ഇടുന്നിടത്ത് വേറെ തന്നെ ഇടും. കൂട്ടിയിടുന്നത് നല്ലതാണ്. അത് കൂട്ടുന്നില്ല ഞാൻ, കറക്റ്റ് സാധനമുള്ള സ്ഥിതിക്ക്. ഇതാണ് കപ്പാസിറ്റർ. നമ്മൾ ആദ്യം ഇടുമ്പോൾ അതൊന്ന് കാല് ചിരണ്ടണം. കാലൊന്ന് ചിരണ്ടിട്ടിടുന്നത് നല്ലതാണ്. ചിരണ്ടിട്ടിടുന്നത് നല്ലതാണെന്നല്ല, ചിരണ്ടണം. ചിരണ്ടി തന്നെ വേണം അത് ഇടാൻ. ഈ നീളം കൂടിയ കമ്പി ആയിരിക്കും എപ്പോഴും പോസിറ്റീവ്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു സാധനം എടുക്കുമ്പം നമ്മൾ റെസിസ്റ്റർ നീളം കൂടിയ കമ്പി ആയിരിക്കും. ഇത് വേണം, നീളം കൂടിയ കമ്പി പോസിറ്റീവും നീളം കുറഞ്ഞ കമ്പി നെഗറ്റീവും. അപ്പോൾ നമ്മളത് നീളം കൂടിയ കമ്പി പോസിറ്റീവും നീളം കുറഞ്ഞ കമ്പി നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിന് ഇങ്ങനെ ഒരു വര കാണും, പോസിറ്റീവിനൊന്നും എഴുത്ത് കാണുകയില്ല. പക്ഷെ നമ്മൾ ബോർഡെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കമ്പനിയും പ്രത്യേക രീതിയിലാണ്. ഇതിപ്പോൾ നെഗറ്റീവിന് കണ്ടോ ഇങ്ങനെ വരയിട്ടിട്ടുണ്ട്, പോസിറ്റീവിന് വരയില്ല, ഒന്നും എഴുതിയിട്ടുമില്ല. അടയാളം വെച്ച് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാമെന്നുള്ളതേ ഉള്ളൂ. വരയുള്ളത് നെഗറ്റീവ്. ഓക്കെ, പല സൈസ് മാർക്കിംഗ് ഒക്കെയാണ് ഇവരോട് ഇട്ടിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് ഇങ്ങോട്ടും നെഗറ്റീവ് വരെ ഉള്ളതോട്ട് ഞാൻ വെച്ചു. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. അത് നമുക്ക് അടുത്ത കപ്പാസിറ്റർ പറിക്കാം. എൻ്റെ തൊട്ടിപ്പുറം തന്നെ അടുത്ത കപ്പാസിറ്ററുണ്ട്, അവനെ നമ്മൾ പറിക്കുകയാണ്. SMD ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഷീൽഡ് ഉപയോഗിക്കുന്നില്ല. വേറൊരു പരിപാടിയാണ്. കപ്പാസിറ്റർ ഇങ്ങനെ ചൂടാക്കി വലിച്ചാൽ മതി, ഞുരിപ്പോരും. 2 കാലിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ എന്നിട്ട് ഇതിനകത്തോളം നമുക്ക് വൃത്തിയാക്കണം, അത്രേ ഉള്ളൂ. കപ്പാസിറ്റർ പോകുന്നു. ആ കപ്പാസിറ്റർ സെയിം തന്നെ 470 25 വോൾട്ട് തന്നെയാണ്. അവൻ വീർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വീർത്തിട്ടില്ല, വീർത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ വീർത്തിട്ടില്ല. അപ്പോൾ രണ്ടുപേരെയും ഞാനങ്ങ് മാറ്റുക. അപ്പോൾ അടുത്ത ഒരെണ്ണം കൂടെ എടുക്കാം. ഇത് സാംസങ്ങിൻ്റെ കപ്പാസിറ്ററാണേ. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കപ്പാസിറ്റർ സാംസങ്ങിൻ്റെ ആണ്. കെൽട്രോണും കൊള്ളാം.
അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വരെയുള്ള ഭാഗത്തേക്ക് നെഗറ്റീവ് ഇട്ട് നമ്മളവനെ ഇറക്കുകയാണ്. ഇറക്കി. അപ്പോൾ ഇനിയിപ്പം ഈ കപ്പാസിറ്റർ ആദ്യം സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ഇച്ചിരി ഫ്ലെക്സൊക്കെ അവിടെ വെച്ച് പരട്ടിയിട്ട് ഒരു ഇച്ചിരി ഒന്ന് ആ കപ്പാസിറ്റർ അടിയിൽ നിന്നൊന്ന് ഞെക്കി പിടിക്കണേ. ഞെക്കി പിടിച്ചെങ്കിൽ നമുക്ക് അവിടെ അവനെ ഒരു സ്ഥാപിക്കാൻ പറ്റുള്ളൂ. സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ആദ്യം ഒന്ന് അവൻ ഇറങ്ങിപ്പോകാത്ത രീതിയിൽ അവനെ ഒന്ന് ഫ്ലെക്സ് കൂട്ടിയിട്ടാലേ പിടിക്കുകയുള്ളൂ. പുതിയ സംവിധാനമല്ല, പുതിയ ഇതായതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കപ്പാസിറ്റർ പതുക്കെ ഒന്ന് തള്ളി കൊടുത്താൽ അത് നേരെ അങ്ങ് ചേർന്നിരുന്നോളൂ. പിന്നെ അടുത്തതും അങ്ങനെ തന്നെ. കപ്പാസിറ്റർ പൊളാരിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തള്ളി കൊടുത്താൽ അത് നല്ല വൃത്തിയായിട്ട് അവിടെ സെറ്റായിക്കോളും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഡ്രൈസ് ഇപ്പോൾ 2 കപ്പാസിറ്റർ കൊണ്ട് വൃത്തിയായിട്ട് വന്നു. ഇതൊരു ചെറിയ ചെരിവ് വന്നു. അത് ഈ സൈഡൊന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ചെരിവ് മാറിക്കോളും. കപ്പാസിറ്റർ കഴിവതും നമ്മൾ നേരെ തന്നെ ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇലക്ട്രോലൈറ്റ് ഉള്ളതുകൊണ്ടേ ചരിച്ചിടുന്ന കപ്പാസിറ്റർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് കഴിവതും വെർട്ടിക്കലായിട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ലെവൽ ചെയ്ത് സോൾഡർ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ കട്ടർ വെച്ചത് നമുക്ക് അതിൻ്റെ കാലുകൾ കട്ട് ചെയ്ത് കളയാം. കാലുകൾ ഇച്ചിരി ചേർത്തും കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇങ്ങോട്ടൊന്നും മുട്ടായിരിക്കാം. കട്ട് ചെയ്തു. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്താലും കുഴപ്പമില്ല. കട്ടിങ് കഴിഞ്ഞിട്ട് ഓക്കെ. ഇനി നമുക്ക് ഈ എവിടെയാണ് ഡ്രൈയോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊന്ന് ഇത് നോക്കാവുന്നതാണ്. ഒരു ഡ്രൈ ആയിട്ടില്ല, എന്നാലൊരു കളർ ചേഞ്ച് വന്നുകൊണ്ട് ആ 4 കാലുകളും നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വിട്ടേക്കാവുന്ന ബ്രിഡ്ജ് റെക്ടിഫയറാണ്. അതിൽ അവിടെ ഒരു ചെറിയ ക്ലാവ് ഫീൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മളങ്ങോട്ട് ഇതായിട്ടൊന്ന് സോൾഡർ ചെയ്ത് വിടുന്നുള്ളേ ഉള്ളൂ. ഡ്രൈ വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളൊരു സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ തക്കാലത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ വിചാരിക്കാതെ പിന്നെ ഇത് കുറേ നാളുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഇതുപോലെയുള്ളതെല്ലാം ഒന്ന് നോക്കിക്കണ്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഈ ബോർഡ് പിന്നെ ഒന്ന് വാഷ് ചെയ്യണം. ഈ ബോർഡിൽ എന്തോ പൊടി പോലെ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഞാനൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്യാൻ നമ്മൾ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നറാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ എടുത്തു. ഇച്ചിരി വേസ്റ്റ് കൂടെ എടുത്തു വിടുക ചെറിയ ഇഞ്ചി. ഫോൺ എടുക്കാതെ വരുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ബോർഡ് ഇട്ടിട്ട് എനിക്ക് ഫോൺ പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. ജിൻസി പോയി എടുത്തോ. അങ്ങനെ വരുന്ന ഫോൺ കേടാകുവേ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഹലോ, ഇത് ഒഴിക്കുന്ന ഇതിലുള്ള ഈ പൊടി ഒഴുകി താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്.
കാരണം ഇതിലുണ്ടായ ആ പൊടിയും ഫെറൂഷൻ ആയിട്ടുള്ള അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ബോർഡ് മുഴുവൻ ക്ലാവ് കയറിപ്പോവും. തിന്നർ അടച്ചു വെച്ചു. ഈ കുറഞ്ഞ തിന്നറല്ല, സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നർ തന്നെ വേണം. ആകുമ്പോൾ പെട്ടെന്ന് അത് വേപ്പറായി പോവുകയും ചെയ്യും, നല്ല വൃത്തിയാകുകയും ചെയ്തോളും. അതിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ എന്നാ പറയുന്നത് ഫംഗലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചത്തും പൊക്കോളും. അതൊരു വെറൈറ്റി സാധനമാണ് ഈ തിന്നർ എന്ന് പറയുന്നത്. പിന്നെ തിന്നർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഒന്ന് ഉണങ്ങാൻ സമയം കൊടുക്കുന്നത് നല്ലതാണ്. ഈ 2 കപ്പാസിറ്ററിൽ പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. ഡയോഡിനൊന്നും കുഴപ്പമില്ല. ഡയോഡ് നമുക്ക് മീറ്റർ വെച്ച് നോക്കിയേക്കാം. ആ മീറ്റർ ഇങ്ങെടുത്ത് അതവിടെ കപ്പാസിറ്റർ വരുന്ന സ്ഥലമായതുകൊണ്ട്, കപ്പാസിറ്റർ പോയിട്ട് ട്രാൻസ്ഫോമർ വരുന്ന സ്ഥലമായതുകൊണ്ടാണ്. എല്ലാം ഓക്കെയാണ്, ഫ്യൂസുകളും എല്ലാം വർക്കിംഗ് ആണ്, വേറെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. സെറ്റ് റെഡി ആയിക്കോളും. ഇതിപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ അടി ഉണ്ടല്ലോ, ബോർഡിൻ്റെ അടിയുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഡ്രൈ ഉണ്ടോ എന്നൊന്ന് വിശദമായിട്ട് നോക്കണം. കാഴ്ച ഡ്രൈ ഒന്നും കാണുന്നില്ല. നമുക്ക് ഒരു പോയിൻ്റ് ഞാൻ കണ്ടു, ആ ഒരു പോയിൻ്റ് ഒന്ന് ചെയ്യാൻ എനിക്കൊരാഗ്രഹം. ഇപ്പം അത് കാണാതെ നോക്കട്ടെ. ഉണ്ട് നോക്കിയാൽ കണ്ടോന്ന്. ഉണ്ട് ഞാനുണ്ട്. എൻ്റെ കണ്ണിനേക്കാളും ക്യാമറയിൽ കാണാമെന്നാണ് നീ ഉദ്ദേശിച്ചല്ലേ? ചുമ്മാതെ ഉറുമ്പ് കണ്ണാനാ. പണ്ടേ ഈ സർവീസ് സെൻറ്ററിൽ ഓരോ ഡയോഡും ഇതൊക്കെ എടുത്തിട്ടേ നമ്മുടെ പഴയ സ്റ്റാഫുകൾക്കാർക്കും വായിക്കാൻ പറ്റാത്തത് വായിച്ചു കൊടുക്കുന്ന ആൾ ഞാനായിരുന്നു. ഇപ്പം പ്രായമായതിൻ്റെതായ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടെന്നുള്ളതല്ലാതെ ഇപ്പോഴും ഏതവൻ്റെ കണ്ണ് പിടിക്കുന്ന കൂടുതൽ എൻ്റെ കണ്ണ് പിടിക്കും. ഞാൻ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആളാണ്. ഞാൻ ഈ സോക്കറ്റെല്ലാം ഒന്ന് സോൾഡർ ചെയ്യുക. ഇതൊക്കെ എന്നാണേലും കുറേ കഴിയുമ്പോഴേ ഇതാവുമല്ലോ. കാരണം ഇപ്പോഴത്തെ കംപ്ലൈൻറ്റുമായിട്ട് ബന്ധമുള്ളതല്ല ഇതൊന്നും. എങ്കിലും ഞാൻ ഭാവിയിലേക്ക് കരുതി ചെയ്യുന്നതാണിത്. അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കസ്റ്റമേഴ്സ് വരുന്നത്. വർഷങ്ങൾ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്ത് കൊടുത്താൽ നിൽക്കും. കാരണം ഞാൻ അതിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടാണ് ഞാൻ സോൾഡർ ചെയ്യാറ്, അല്ലെങ്കിൽ ഓരോ കംപ്ലൈൻറ്റ് തീർക്കാറ്. ഇതുണ്ടാകാനുള്ള കാരണവും എല്ലാം ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലെഡുകൾ ശരിക്കും അവിടെ കൂടുതൽ കയറി സോൾഡർ ആകുന്നുണ്ട്. അതെനിക്കറിയാം. അത് പഴയ ലെഡ് കയറി ഇതാകുന്ന ആ ലെഡിനെ നമ്മൾ എടുത്ത് കളയും. എന്നിട്ട് പുതിയ ലെഡ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും സാധനം. പഴയ ലെഡ് പുതിയ ലെഡൂടെ മിക്സ് ചെയ്ത് നമ്മൾ ആ പഴയ ലെഡിനെ അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ അവിടെ നല്ല വൃത്തിയുള്ള കണക്ഷനായി മാറും. പഴയ ലെഡ് പോകണം. അതിനൊക്കെ എന്ത് സാധനത്തിനും ഒരു ലൈഫുണ്ട്.
ഈ ഈ ലെഡിൻ്റെ ലൈഫ് ഏകദേശം കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സോൾഡറിങ് കട്ടാകുന്നത്. നമുക്ക് ഈ ലെൻസ് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അത് കട്ടായിട്ട് വിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ നമ്മൾ നേരെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകില്ല. ആര് നോക്കിയാലും ഒരു കുഴപ്പമില്ല, നല്ല തിളങ്ങിയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. നല്ലപോലെ ഫ്ലെക്സ് ഇട്ട് കൊടുത്ത് വേണം അത് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഫ്ലെക്സ് ഇട്ട് നല്ലപോലെ ലെഡ് ഇട്ട് കൊടുക്കണം. ഫ്ലെക്സ് ലെഡ് ഇടുന്നതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ആണ്. പണ്ട് ഞാൻ എൻ്റെ ഒരു പഴയൊരു സ്റ്റാഫ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. പുള്ളി ഇപ്പം എന്നെക്കാളും സീനിയറായിട്ടുള്ള ഒരു സ്റ്റാഫായിരുന്നേ. പുള്ളി ഭയങ്കര മെക്കാനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് കൂടിയതാണ് എൻ്റെ കൂടെ. അവസാനം പുള്ളി ഒരു പാനാസോണിക്കിൻ്റെ VCR നന്നാക്കി വെച്ചു. VCR നന്നാക്കി വെച്ച് കഴിഞ്ഞിട്ട് മെക്കാനിസം കംപ്ലൈൻ്റ് ആയിരുന്നു. ലോഡിങ് മെക്കാനിസം അതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. സെറ്റ് ഓക്കെ ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പടമൊക്കെ എങ്ങനെയുണ്ട്? പടമൊന്നും ഞാൻ നോക്കിയില്ല. അതിനെ പടം നോക്കാഞ്ഞ്? പടം നോക്കണ്ടേ, വർക്കിംഗ് ആണോ നോക്കണ്ടേ? എന്നോട് മെക്കാനിസം കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. മെക്കാനിസം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, കാണത്തില്ലായിരിക്കും. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നോട് പറഞ്ഞത് മെക്കാനിസം ശരിയാക്കാൻ. ഞാൻ മെക്കാനിസം ശരിയാക്കിയിട്ടുണ്ട്. ആ ജാതി മെക്കാനിക്കുകളായിരുന്നു ഉള്ളതെന്ന് വിചാരിച്ചു പലരും. പിന്നെ പുള്ളിയെ അവസാനം ഒഴിവാക്കേണ്ടി വന്നു. അല്ലെങ്കിൽ എൻ്റെ കാശ് മുഴുവൻ പോകുന്നുള്ള മട്ടത്തിലായി. പിന്നത് ഒന്നുകൂടെ ഇത് സോൾഡർ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഈ ബോർഡ് കുടിക്കാത്ത രീതിയിൽ നമ്മൾ താഴോട്ട് ചരിച്ചു പിടിച്ച് താഴോട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ ഏറ്റവും അടുത്തുള്ള ഒഴുകിപ്പോകുന്ന രീതിയിൽ അത് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സൂക്ഷ്മമായിട്ട് നോക്കണം ഏതെങ്കിലും ലൈൻ തമ്മിൽ മുട്ടിയിട്ടുണ്ടോ. ലെൻസ് വെച്ച് തന്നെ നോക്കണം. സംശയം ഉണ്ടെങ്കിൽ ആ കത്തിക്കണം. ഇതുപോലെ ഒരു കത്തിയോ ബ്ലേഡോ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ ഓടിച്ച് നോക്കണം. ഇത് കണക്ഷൻ വല്ലതും മുട്ടിയിട്ടുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് വല്ല ലെഡ് ഇരിപ്പുണ്ടോ എന്ന് നമുക്കിത് ഓടിക്കുമ്പോൾ അറിയാം. PCBയിലാണോ മുട്ടുന്നത്, കറക്കുമോ നോക്കിയാൽ മതി. ബ്ലേഡ് കനമെന്ന് പറയുന്നാൽ ബ്ലേഡ് കനം ഉള്ളത് തമ്മിൽ ആ ബ്ലേഡ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത് കടക്കുമെന്ന് നോക്കണം. നോക്കിയിട്ട് ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, ആകെ മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കണം. ഇടുന്നതിന് മുമ്പ് എല്ലാം നോക്കി കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്കിത് കയറ്റിയിടാം. ഒന്നുകൂടെ കാണിച്ചോ പവർ സപ്ലൈ ബോർഡ്. ഇപ്പോൾ അഴിച്ചപ്പോൾ ഇരുന്ന പോലെ അല്ല ഈ ബോർഡ് ഇരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവും വിശ്വസിക്കും. ഇപ്പം 470 25 വോൾട്ട് 2 കപ്പാസിറ്ററാണ് നമ്മൾ മാറിയത്. അപ്പോൾ ഈ 2 കപ്പാസിറ്റർ എന്ന് പറഞ്ഞ എല്ലാവരുടെയും പേര് വെച്ച് ഞാൻ കുറിയിടുന്നതായിരിക്കും. കുറിയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ അയച്ചു തരുന്നതായിരിക്കും കുറി വീഴുന്ന ആൾക്ക്. ഇന്നൊരു രാത്രിയും കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ആകുമ്പോൾ 24 മണിക്കൂറാവുള്ളൂ. 48 മണിക്കൂർ ഞാൻ പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം കൂടെ സമയം കൊടുക്കാം. മുട്ടിയിട്ടുണ്ടെന്ന് ജെൻസി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു വേറൊരു ടെസ്റ്റ് കൂടെ ചെയ്താൽ ഈ മുട്ടലുണ്ടോ എന്ന് നോക്കാം. സിമ്പിളാണ്. മൾട്ടിമീറ്റർ എടുക്കുക, ബസറിലിടുക. ഇത് കണ്ട ഇങ്ങനെ ബസർ. അപ്പോൾ ഇത് കണ്ട ഒന്നാമത്തേത് +VCC +VCC +VCC. ഇത് 3 ഒറ്റ സർക്യൂട്ടാണ്. അത് 3 ഓക്കെയാണ്. മുട്ടിയാലും കുഴപ്പമില്ല. ഗ്രൗണ്ട്, അതിൻ്റെ ഇപ്പോഴത്തേക്ക് ഗ്രൗണ്ട്, ഇപ്പോഴത്തേക്കും ഗ്രൗണ്ട്. അപ്പോൾ ഈ 3 ഗ്രൗണ്ട്, ഈ 3 VCC ആണ്. +5 വോൾട്ട്. ഈ 5 വോൾട്ടും ഗ്രൗണ്ടും തമ്മിലുണ്ടോ എന്ന് നോക്കണം. ഇല്ല. പിന്നെ 5 വോൾട്ടും 5 വോൾട്ട് തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. 2 5 വോൾട്ട്. അപ്പോൾ രണ്ടും ഒന്നാണ്. പിന്നെ ഗ്രൗണ്ട്
ഈ ഗ്രൗണ്ടും 5 വോൾട്ടും തമ്മിലുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കുക, ഇല്ലെന്ന് കാണുക. പിന്നെ 12 വോൾട്ടും PAC അത് തമ്മിലും ഇല്ല. പിന്നെ PAC 3.3 വോൾട്ട് അത് തമ്മിലും ഇല്ല. പിന്നെ ഓൺ ഓഫ് അത് തമ്മിലും ഇല്ല. അപ്പോൾ ഒന്നും മുട്ടിയിട്ടില്ല. ഇതിലും വിശ്വസ്തനായ ആളില്ല. ഡൂക്കിൻ്റെ 101 മൾട്ടിമീറ്ററിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. മനുഷ്യരെ പോലെയല്ല. മനുഷ്യരെ പലരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിൽ നിന്ന് വിഷം കലക്കി തരുന്നവരും, കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടുന്നവരും, കൂട്ടത്തിൽ നിന്ന് കുഴിയിലേക്ക് തള്ളിയിടുന്നവരും ചതിക്കുന്നവരുമാണ് കൂടുതൽ. അതുകൊണ്ട് മനുഷ്യനെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ഡൂക്കിനെ വിശ്വസിച്ചു. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ മതിരാഞ്ഞിട്ടാണ് ഞാൻ ഡൂക്കിൻ്റെ സഹായം തേടിയത്. എൻ്റെ കണ്ണുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ ജിൻസിയുടെ കണ്ണിന് അത്രയും വിശ്വാസം. ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു സന്തോഷം. ഡൂക്ക് എന്ന് പറഞ്ഞാൽ ഡീന്നാക്കി എന്നുള്ളൂ. എനിക്ക് ഡൂക്കില്ല. ഡൂക്കാർ ഓടിക്കാൻ എനിക്ക് ധൈര്യവും ഇല്ല. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ എൻ്റെ ഫ്ലൂക്കാണ് നിങ്ങളുടെ ഡൂക്ക്. ബോർഡ് ഫിക്സ് ചെയ്തേക്കാന്ന് വെച്ചു. ഫിക്സ് ചെയ്തു. ഇനി തമ്പുരാനെ വിളിച്ച് ദൈവമേ ഇത് ഓണാക്കി കാണിക്കണേ. അയ്യോ, ഹലോ വന്നു. കണ്ടോ ഇപ്പോൾ ബ്രൈറ്റ്നസ് ഒരുവിധം അധികം മിന്നാതെയുള്ള ബ്രൈറ്റ്നസ്സാണ് വന്നത്. കണ്ടോ, മറ്റേത് അവിടെ കിടന്ന് മിന്നുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ മിന്നിച്ചില്ല. ഇനി നമുക്കൊരു അതിൻ്റെ സ്പീക്കറുണ്ട് ഇഞ്ഞെടുത്തോ. എല്ലാ സ്പീക്കറും വരുന്നുണ്ടോ നോക്കാം. സ്പീക്കർ ഞാൻ അയണൂരി മാറ്റിക്കോ. ഇത് റേഡിയോ 1, 2, സബ്വൂഫർ. ഇനി മറ്റേ ഇതും കിടക്കുക ചേട്ടാ, ആ ടേപ്പ് നമ്മുടെ DVD പ്ലെയർ ഇഞ്ഞതാ പ്ലേ ചെയ്ത്. റിമോട്ട് തന്നിട്ടുണ്ടോ? എടുത്തു. സബ്വൂഫറുണ്ട്. അപ്പം ഇത് ഓക്കെ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് വെച്ചാൽ ലൈനിന്. അപ്പോൾ നോക്കണേൽ ഇത് കുത്തണമല്ലോ. ആരാ നോക്ക്. നമ്പരാണോ? അപ്പോൾ വിട്ടേരെ. ഇത് പ്ലേ ചെയ്തോ? ഇത് പ്ലേ ചെയ്ത് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയോ? അതൊന്നും ചുമ്മാ എടുത്തെന്ന് വെച്ചാൽ മതി. ഇത് ഓണാക്കി പ്ലേ ചെയ്യണം, എന്നാലേ പണി തീരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 350 ആണ്. 350 നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പോവാണ്. എല്ലാ സ്പീക്കറും ആവുമെന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലൂടൂത്തിൻ്റെ ഇത് നമ്മൾ എടുക്കുകയാണ്.
ഇത് എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് സോണി കണക്റ്റഡ് ആകുമ്പോൾ ഈ നീല റെഡിയായി. നീല ഇങ്ങനെ കത്തി നിൽക്കും. അതിനുശേഷം നമ്മളിത് പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പാട്ടെടുത്ത് ബ്ലൂടൂത്തിന്റെ പ്ലേ ചെയ്താൽ മതി. ഞാൻ എല്ലാ ചാനലും കാണിച്ചു തരാം. ഇത് കണ്ടു, ഇത് ഫസ്റ്റ് ഫ്രണ്ട് ചാനലേ. ഇത് 1, ലെഫ്റ്റ് റൈറ്റ്, സെന്റർ, സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഇനി സബ് ഊഫറാണ്, അത് പെട്ടെന്ന് കേൾപ്പിക്കാം. അത്ര കേൾപ്പിക്കുള്ളൂ. അതുക്കുള്ളിൽ കേൾപ്പിച്ചാൽ സബ് ഊഫർ കേൾപ്പിച്ചാൽ ഈ സ്പീക്കർ കത്തിപ്പോവും. അപ്പോൾ എല്ലാ ചാനലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്തിന്റെ ചെക്ക് ചെയ്തത്. ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ മെയിനായിട്ടും ടിവിയുടെ സൗണ്ട് കൊടുക്കുന്നതായിരുന്നു പറഞ്ഞത്. എല്ലാം നിൽക്കുന്നതായിരുന്നു പരാതി. അതുകൊണ്ട് ടിവിയുടെ സൗണ്ട് കൂടെ നമുക്കൊന്ന് കൊടുത്ത് ചെക്ക് ചെയ്താൽ ഇതിന്റെ ഫസ്റ്റ് ഫിനിഷ് ആവും. ടിവിയുടെ വർക്ക് ടിവിയുടെ സൗണ്ട് കാണും. ടിവിയുടെ സൗണ്ട് കൊടുക്കാന്ന് വെച്ചാൽ 2 ചാനൽ ഇൻപുട്ട്. ഇത് ചാനൽ ഇൻപുട്ട്. ഓഡിയോ വന്നോ നമുക്കറിയണ സ്പീക്കർ കൊടുക്കണം. വയർ ചവിട്ടല്ലേ, സ്പീക്കറിന്റെ വയർ ചവിട്ടല്ലേ. നമുക്കൊരു ചാനൽ കൊടുക്കാം. ഓക്കെ, കൊടുത്തു. നമ്മൾ ബ്ലൂടൂത്തിലാണ് ഇപ്പൊ കിടക്കുന്നത്. നമുക്ക് മാറ്റാം. ബ്ലൂടൂത്ത് മാറ്റാം. ഇവിടെ ഫങ്ഷൻ സ്വിച്ച് ഉണ്ട്. USB, FM, TV ചാനൽ HDMI വഴിയുള്ളത്. അത് കണ്ട് ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്. പിന്നെ ഓഡിയോ തന്നെ. ഇതാണ് ഉണ്ടോ ടിവിയുടെ സൗണ്ടാണ്. ഒരു ചാനല്, രണ്ടാമത്തെ ചാനല്, 3, 4, സെന്റർ. ഇത് चर्चाएं वहां भी चलती है, वहां भी पूछते हैं कि क्या ज्योतिष को मानना ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സബ് ഊഫർ, സറൗണ്ട് എല്ലാ ചാനലും ഉണ്ട്. അപ്പൊ ടിവിയുടെ ഇൻപുട്ടിലും ഉണ്ട്. ഇനി പെൻഡ്രൈവും കൂടെ വേണം നോക്കിയേക്കാം. പെൻഡ്രൈവ് ഞാൻ നോക്കാം. പെൻഡ്രൈവ് എടുത്തോണ്ട് വരാം. പെൻഡ്രൈവ് ഇവിടെ കുത്തുക. പെൻഡ്രൈവ് ഇൻപുട്ട്. പിന്നെ മൈക്കൂടെ ഉള്ളതാണ്. പെൻഡ്രൈവ് വെച്ചിട്ട് ഫങ്ഷൻ ആക്കി കഴിഞ്ഞാൽ പെൻഡ്രൈവ് വരും. USB വന്നു. പിന്നെ അതിൻ്റെ റിമോട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ റിമോട്ട് ഇവിടെ ഉണ്ട്. USB വന്നു കഴിഞ്ഞാൽ അത് ലോഡിങ് വരും. ലോഡിങ് വന്നു കഴിഞ്ഞാൽ പ്ലേ അടിച്ചാൽ മതി. പ്ലേ അടിച്ച് सच है और क्या है എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിന്റെ പണികളൊക്കെ കഴിഞ്ഞു. ഓക്കെയാണ്. പെൻഡ്രൈവ് ഓക്കെ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓക്കെ ആണ്. DVD മാത്രം വർക്കിംഗ് അല്ല. DVDയുടെ വീല് കംപ്ലൈന്റ് ഉണ്ട്. DVD അല്ലെങ്കിൽ ഇല്ല വേണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞാണ്. ഞാൻ ഇന്ന് ടിവിയുടെ സൗണ്ടും ചെക്ക് ചെയ്തു, പെൻഡ്രൈവും ചെക്ക് ചെയ്തു. എല്ലാം അടിപൊളി പക്ക. നമ്മൾ ആ കപ്പാസിറ്ററും മാറിയ കോയിലും മാറിയാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പൊ നിങ്ങളെല്ലാം കപ്പാസിറ്ററിന്റെ ഇത് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ഞാൻ ഇത് മെയിൽ ID എഴുതി വെച്ചിട്ട് കുറിയിടാം. കുറിയിട്ടിട്ട് കിട്ടുന്ന ആൾക്ക് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ്. അപ്പൊ ഇന്നും ഒരു ദിവസം കൂടെ പോട്ടെ. കാരണം 48 മണിക്കൂർ നമ്മൾ സമയം വെച്ചിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ആരൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.